കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വിസ്മയകരമായ മുന്നേറ്റമാണ് നമുക്ക് കൈവരിക്കാൻ സാധിച്ചത്. പോയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സർക്കാരിൻ്റെ ഖജനാവിലെ പണം എന്നുള്ള രീതിയിൽ നിന്ന് വിവിധ പദ്ധതികളാണ് സാധാരണഗതിയിൽ ആസൂത്രണം ചെയ്യാറുള്ളത്. എന്നാൽ 2016 അധികാരത്തിൽ വന്ന സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിലെ പശ്ചാത്തല മേഖലയുടെ വികസനം ഉറപ്പുവരുത്താൻ അധിക വിഭവ സമാഹരണത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അങ്ങനെയാണ് കിഫ്ബി എന്ന പദ്ധതി രൂപം കൊണ്ടത്. കിഫ്ബി പദ്ധതിയുടെ ആരംഭഘട്ടത്തിൽ ഈ പദ്ധതി വിജയകരമായി കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കയും ഉത്കണ്ഠയും കേരളീയ സമൂഹത്തിനുണ്ടായിരുന്നു, ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അക്ഷരാർത്ഥത്തിൽ ഈ പദ്ധതി ഫലപ്രദവും കാര്യക്ഷമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് കഴിഞ്ഞു. 50,000 കോടി രൂപയുടെ പദ്ധതികളെക്കുറിച്ചാണ് ആദ്യഘട്ടത്തിൽ വിഭാവനം ചെയ്തത്. ഫലത്തിൽ ഇപ്പോൾ ഈ 8 വർഷക്കാലത്തെ കാലയളവിൽ 80,000 കോടിയിലധികം രൂപയുടെ വിവിധ പദ്ധതികൾക്കായി ഭരണാനുമതി നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും അതിൽ ഭരണ പ്രതിപക്ഷ ഭേദമൊന്നുമില്ല, ഭരണ പ്രതിപക്ഷ ഭേദമേന്യേ എല്ലാ മണ്ഡലങ്ങളിലും അനിവാര്യമായ വികസന പദ്ധതികൾ കണ്ടെത്തി അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ് ഉറപ്പുവരുത്തി കിഫ്ബിയിൽ നിന്ന് പണം അനുവദിച്ച് നൽകുകയായിരുന്നു. തൃക്കരിപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് 42 പദ്ധതികളാണ് കിഫ്ബിയുടെ ഭാഗമായിട്ട് ഉള്ളത്. 42 പദ്ധതികൾക്കായിട്ട് ഏതാണ്ട് 638 കോടി രൂപ ഇതിനായി നീക്കിവെച്ചിട്ടുണ്ട്. ഇതിന് പുറമെ ചില മെഗാ പ്രോജക്റ്റുകൾ എന്നുള്ള രീതിയിൽ വരാനിരിക്കുന്ന ഈ കോസ്റ്റൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മണ്ഡലത്തിൽ മാത്രം 250 കോടി രൂപയാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അതിനു പുറമെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പവർ ഹൈവേയും നമ്മുടെ മണ്ഡലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 17 പദ്ധതികൾ ഇതിനകം തന്നെ നമ്മുടെ മണ്ഡലത്തിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. 10 പദ്ധതികളുടെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ റെയിൽവേയുമായി ബന്ധപ്പെട്ട് 3 ROBകൾ, ആ 3 ROBകൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കിഫ്ബിയുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ കാര്യങ്ങളെല്ലാം ഭംഗിയായി പ്രഥമ ഘട്ടത്തിൽ നിർവഹിച്ചു, ഫണ്ട് നീക്കിവെച്ചു. എന്നാൽ റെയിൽവേയുടെ അനുമതിക്കായിട്ട് ഉള്ള കാത്തിരിപ്പിലാണ്. 2 പ്രോജക്റ്റ് ഇപ്പോൾ ടെൻഡർ നടപടി പുരോഗമിച്ചു വരുന്നു. 4 പദ്ധതിയുടെ DPR കിഫ്ബിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയയുടെ കാര്യങ്ങളും ആലോചിച്ച് വരികയാണ്. പൊതുവേ നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനം നടന്നുള്ളത് പശ്ചാത്തല മേഖലയിൽ തന്നെയാണ്. അതിൽ വിശേഷിച്ചും റോഡ് വികസനം. നമ്മുടെ ഇന്ന് മണ്ഡലത്തിൽ ഇനി ഒരു വളരെ നേരിയ ശതമാനം PWD റോഡുകൾ മാത്രമേ ഇപ്പോൾ ഹൈടെക് അല്ലെങ്കിൽ മെക്കാഡം ചെയ്യാൻ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ റോഡുകളും ഹൈടെക് റോഡാക്കിയിട്ട് മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. ആശുപത്രി കെട്ടിടങ്ങൾ, നമ്മുടെ മണ്ഡലത്തിലുള്ള എല്ലാ ആശുപത്രി കെട്ടിടങ്ങൾക്കും വിവിധ ഫണ്ടുകൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കൂടുതൽ ഫണ്ട് കിഫ്ബിയിൽ നിന്നാണ് അതിന് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കായിക മേഖലയിൽ ജില്ലയിലെ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം എൻ്റെ മണ്ഡലത്തിലാണ്. 29 കോടിയാണ് തൃക്കരിപ്പൂരിലുള്ള മൾട്ടിപർപ്പസ് സ്റ്റേഡിയത്തിനായിട്ട് ഇപ്പോൾ വിനിയോഗിച്ചത്. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഏതാണ്ട് ഒരു 95% പൂർത്തീകരിച്ചിരിക്കുകയാണ്. വരുന്ന ജനുവരി മാസത്തോടുകൂടി നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2016 ബജറ്റുമായി ബന്ധപ്പെട്ട് നീലേശ്വരത്തുള്ള EMS സ്റ്റേഡിയം, ആ EMS സ്റ്റേഡിയവും വളരെ മുമ്പ് തന്നെ പൂർത്തിയാക്കി കളിക്കളം നാടിന് സമർപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്.
വിവിധ തലങ്ങളിലെ സ്പോർട്സ്, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, പശ്ചാത്തല മേഖല, ഈ മേഖലകളിലെല്ലാം വളരെ ശ്രദ്ധേയമായിട്ടുള്ള മുന്നേറ്റം കിഫ്ബിയിലൂടെ കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അഭിമാനകരമായ കാര്യം.
മറ്റൊന്ന് ഇതിൻ്റെ നിർവഹണ രീതിയാണ്. വളരെ കൃത്യതയോടുകൂടി, പ്രത്യേകിച്ച് ഈ നവീന ശാസ്ത്രീയ യുഗത്തിൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയെ തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ള രീതിയിലുള്ള ഇടപെടലുകളാണ് ഇതിൻ്റെ ടെക്നിക്കൽ വിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം പ്രവൃത്തികൾ നടക്കുന്ന ഘട്ടത്തിലുള്ള മോണിറ്ററിങ്ങും വളരെ ശ്രദ്ധേയമാണ്. വളരെ എക്സ്പേർട്ട് ടീമാണ് യഥാവസരം നിരീക്ഷിക്കുന്നതിനും പ്രവൃത്തികൾ മോണിറ്റർ ചെയ്ത് അതിന് മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തി അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള വികസനമാണ് നമ്മുടെ നാട്ടിൽ ഈ കിഫ്ബി പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ഇത് ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്നതുപോലെ പശ്ചാത്തല സൗകര്യ വികസന മേഖലയിൽ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ അഭാവം നേരിടുന്നതുകൊണ്ടാണ് കേരളത്തിന് പൊതുവികസനത്തിന് പലപ്പോഴും തടസ്സമായി നിൽക്കുന്നത്. പ്രത്യേകിച്ച് വ്യാവസായിക മേഖലയിൽ നിക്ഷേപം വരാനുള്ള തടസ്സമായി നിൽക്കുന്നത് അത്തരം സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ്. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഈ തലത്തിലേക്ക് കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന ഈ വർത്തമാനകാലത്ത് കൂടുതൽ വിദേശ വ്യവസായികളായാലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യവസായ സംരംഭകരായാലും നിക്ഷേപം ഇറക്കാൻ വളരെ ആത്മാർത്ഥതയോടെ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വരുന്ന ആവേശകരമായ അനുഭവം കേരളത്തെ സംബന്ധിച്ചിടത്തോളമുണ്ട്. തീർച്ചയായും കേരളത്തിൻ്റെ ഒരു പുരോഗതിയെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ ഒരു ചുരുങ്ങിയ ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള കേരളീയ വികസനമല്ല, മറിച്ച് പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതുവഴി പുതിയ കേരളത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് 25 വർഷത്തിനും അപ്പുറത്തുള്ള ഒരു കേരളം, അതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു വികസന കാഴ്ചപ്പാട്. അതാണ് നവകേരളം. ആ ഒരു നവകേരളം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ ഉൽപ്പാദന പശ്ചാത്തല സേവന മേഖലകളിൽ ബഹുമുഖമായ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളെല്ലാം നടപ്പിലാക്കുമ്പോൾ വികസന പ്രവർത്തനങ്ങൾക്ക് വിശേഷിച്ചും കിഫ്ബിയുടെ ഈ ഫണ്ട് ഫലപ്രദമായി നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. വളരെ നന്നായി ഈ പദ്ധതി പ്രവർത്തനങ്ങളെല്ലാം ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഏറ്റെടുത്ത് പ്രവൃത്തിപഥത്തിലെത്തിക്കാനും നിർമ്മാണ പ്രക്രിയയിൽ ഇടപെടാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കിഫ്ബിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അത് നന്നായി നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന കേരള സർക്കാരിനും അഭിനന്ദനങ്ങൾ. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.